ഇന്ന് നമുക്ക് ഒരു ഹെയർ ഡൈ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ബീട്രൂട്ട്. ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം. ബീട്രൂട്ട് നല്ല ജ്യൂസായിട്ട് വേണം അരച്ചെടുക്കേണ്ടത്. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള എല്ലാ ജ്യൂസും നമുക്ക് കിട്ടും. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഈ ഒരു ജ്യൂസ് 1.5 ഗ്ലാസ്സോളം ഉണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് തിളപ്പിക്കാനായിട്ട് വച്ചതിന് ശേഷം 5 മിനിറ്റ് നേരം ഇത് തിളപ്പിക്കണം. അങ്ങനെ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ബീട്രൂട്ടും ചായപ്പൊടിയും നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും മുടി വളരാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് 1.5 ഗ്ലാസും 1/2 ഗ്ലാസ് വെള്ളവും അങ്ങനെ 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം എന്നത് 1 ഗ്ലാസ്സായി വറ്റി വരണം. അതുവരെ നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡൈ തയ്യാറാക്കാം. അപ്പോൾ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ മിക്സ് ചെയ്യാൻ പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അയൺ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡൈ തയ്യാറാക്കുമ്പോൾ ആ ഒരു ഡൈക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടുകയും നമ്മുടെ മുടിയിൽ തേക്കുമ്പോൾ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറാവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നീലാമരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിൽ നെല്ലിക്ക ആയാലും എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചായിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ നമ്മൾ ഡൈ തയ്യാറാക്കി ആ ഒരു മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു പീസ് ഇട്ട് വെച്ചാൽ മതിയാവും. നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്. മിനിമം 8 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് കിട്ടും. നമ്മളിത് വൈകുന്നേരമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രാവിലെ തന്നെ ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കണം. അതേപോലെ നമ്മൾ രാവിലെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തലേ ദിവസം രാത്രി ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്കിതൊരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ടോ നമുക്കിത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷമാണ് കഴുകി കളയേണ്ടത്. കഴുകാനായിട്ട് ഷാമ്പുവോ സോപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ടതില്ല. പിന്നെ നമ്മളിത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യണം. നമ്മളിങ്ങനെ യൂസ് ചെയ്താൽ നമ്മുടെ വെള്ള മുടികളെല്ലാം, അതായത് നരച്ച മുടികളെല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. നമ്മൾ കെമിക്കൽ ഡൈകൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. പക്ഷേ പിന്നീട് നമ്മുടെ മുടി കൊഴിച്ചിൽ അതേപോലെ തന്നെ എല്ലാ മുടികളും നരയ്ക്കാനായിട്ടും അത് കാരണമാകും. പക്ഷേ നാച്ചുറലായിട്ടുള്ള ഇതേപോലുള്ള ഡൈകളും ഹെന്നകളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.